120 ആയല്ലോ. നിനക്ക് പറ്റും. 5 എണ്ണം കൂടി. ആ കഴിക്കൂ മോനെ. അങ്ങനെ കഴിക്കങ്ങോട്ട്. കഴിഞ്ഞ കൊല്ലത്തെ പള്ളിപ്പെരുന്നാളിന്റെ തീറ്റ മത്സരത്തിന് നീ 2 ഇഡ്ഡലിക്കാ തോറ്റുപോയത്. അത് നല്ല റിഹേഴ്സൽ ഇല്ലാത്ത കാരണമാണ്. ഇത്തവണ പിടിക്കണോടാ? അത് ഞാൻ പിടിക്കും. പക്ഷെ ഇത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോത്സാഹന സമ്മാനം അമ്മച്ചി തരാന്ന് പറഞ്ഞ 2 പ്ലേറ്റ് താറാവ് റോസ്റ്റ് ഇല്ലേ, അതിപ്പോ തന്നെ തരും. അയ്യോടാ തരാടാ കുട്ടാ. കീപ് സൈലൻസ്. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എന്റെ ഈ കളിയിലെ കോൺസെൻട്രേഷൻ കളയല്ലേ. എനിക്ക് ഈ കളി ഫിനിഷ് ചെയ്തിട്ട് വേണം അടുത്ത് ഗുസ്തി പ്രാക്ടീസ് ചെയ്യാൻ. ആനയ്ക്ക് പോകാമെങ്കിൽ എന്റെ കുതിര ഇതുവഴി പോകും. അങ്ങനെ വീണ്ടും ഒരു കുണുക്കും കൂടെ വെച്ച്. കുണുക്ക് വെക്കുന്ന ചീട്ടുകളിലല്ലടാ, ഇത് ക്യാരംസ് അല്ലേ. കൺഫ്യൂഷൻ ആക്കല്ലേ. കാലത്തെ തുടങ്ങിയ പരിശീലനം. എന്താ അപ്പച്ചനൊരു പുച്ഛം? കഴിഞ്ഞ തവണ നീ ഗുസ്തി മത്സരത്തിന് പോയിട്ട് ആദ്യത്തെ ഇടിക്ക് തന്നെ ബോധം കെട്ട് വീണില്ലടാ. അപ്പച്ച ബോധം കെട്ട് വീണതല്ല, പിന്നെ വെള്ളത്തിൽ ചവിട്ടിയപ്പോ സ്ലിപ്പായി വീണതല്ലേ. അതിന് ഗോതയിൽ എവിടെയാടാ വെള്ളം? എന്റെ അപ്പച്ച അവനാ ഫൗള് കാണിച്ചത്. അമ്മച്ചി കേൾക്കണം, ഞാൻ ഇടിക്കാനായിട്ട് കൈതേ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പോഴത്തേനും ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ കാല് വലിച്ചെന്റെ അടിനാഭിക്കിട്ടൊരു തൊഴി. മൂത്രം തേ ചരപരപരപരാന്നങ്ങ് പോയി. ആ വെള്ളത്തിൽ ചവിട്ടിയാ ഞാൻ വീണത്, അല്ലാതെ ബോധം കെട്ട് വീണതല്ല. അത് എന്റെ തെറ്റാണോ അമ്മച്ചി? അയ്യോ, എന്റെ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മതിയടാ, കടകുണാന്ന് പറഞ്ഞിരിക്കാതെ വേഗണീറ്റ് മില്ലിലോട്ട് പോയിക്കേ. ഞാൻ പോകില്ലപ്പ. ഇന്നലെ ഞാനല്ലേ പോകാതിരുന്നത്, അപ്പൊ ഇന്ന് ടോണി പോട്ടെ. വേണ്ട, അവൻ കോറിലോട്ട് പോട്ടെ. കോറിൽ ഞാൻ പോകില്ലപ്പാ. അതെന്താ? കോറിലെ പൊടി അടിച്ച് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞ 2 എണ്ണത്തിനും മേലനങ്ങി പണിയെടുക്കാൻ പറ്റില്ല. വേണ്ട, കേറി വരുമ്പോൾ ഉരുട്ടി വിഴുങ്ങാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ തള്ള. ഞാൻ തന്നെ പോയിക്കോളാം കോറിയിലും മില്ലിലും. ചേട്ടാ, കാശിന്റെ കാര്യം പറ. ഓ, കാശിന്റെ കാര്യം നീ വാ. അമ്മച്ചി സാമ്പാറിൽ വീണ തേരും കുതിരയൊക്കെ മാറ്റി വെക്കണേ. സാമിന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ കുറച്ച് കാശ് വേണം. ഞങ്ങളെ കസിൻസ് അല്ലേപ്പാ, കല്യാണത്തിന് മിന്നിക്കണ്ടേ. കസിൻസ് മിണ്ടരുത്. 24 മണിക്കൂർ അവന്റെ വാലെ തൂങ്ങി നടപ്പാ. എന്നിട്ട് കല്യാണം അറിയിച്ചതോ ഉറപ്പിച്ചതിന് ശേഷം. നാണമില്ലടാ നിനക്കൊക്കെ? അപ്പച്ച, ഒരു നാണവും ഇല്ല. ഉറപ്പായിട്ടും പോണം. ഈ അപ്പച്ചന് ഇത് എന്നാത്തിന്റെ കേടാ. നീയൊന്നും ഒരു കാലത്തും നന്നാവത്തില്ലടാ. നിന്നെയൊക്കെ ഉപദേശിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അത് ഞങ്ങൾ ചെയ്യില്ലപ്പാ. അടി കൊണ്ട് അപ്പം കിടപ്പിലായ ആര് പോവും മില്ലും കോറിലൊക്കെ അല്ലേ? ഈ അപ്പച്ചനൊരു മൂരാച്ചിയാണ് കേട്ടോ. വിഷമിക്കണ്ടാ മക്കളെ, ഡ്രസ് എടുക്കാനുള്ള പൈസ അമ്മച്ചി തരാന്ന്. നമ്മളെ കസിൻസെ ഒരുപോലത്തെ ഡ്രസ് ഇട്ടാ മതി കേട്ടോ. അതെങ്ങനെ ശരിയാവും? വണ്ണം കൂടുതലല്ലേ? ഈടാ മണ്ട, ഒരേ അളവെന്നല്ല ഉദ്ദേശിച്ചത്, ഒരേ പോലത്തെ. അപ്പൊ എടുത്തിട്ട് വലുതാക്കല്ലേ? ഓ, നീ മണ്ടത്തരം പറച്ചിൽ നിർത്തിയിട്ട് ആ ഫോൺ എടുത്ത് ജോർജി ഒന്ന് വിളിച്ചേ. കിട്ടിയോ? എടുക്കണില്ല. ഒന്നുകൂടെ വിളിക്കടാ. എടുത്തു. എവിടെയാന്ന് ചോദിക്കടാ. നീ എവിടെയാ? ദേ അവൻ തെറി പറയണ. എന്താടാ ജോർജി, നീ എവിടെയാ? അതെന്നാ പറഞ്ഞു, ഞാൻ തിരക്കിലാണ്. ഇവിടെ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ഒരു ലാത്തി ചാർജ് കവർ ചെയ്തോണ്ടിരിക്കുക. പോലീസുകാരുടെ ബൂട്ടിടല. നീ കാര്യം പറ. എടാ, സാമിന്റെ കല്യാണത്തിന് നമുക്കിടാനുള്ള ഡ്രസ് എടുക്കണ്ടേ? ഇനി 2 ദിവസമേ ഉള്ളൂ. നിങ്ങൾ വിട്ടോ, ഞാൻ എത്തിക്കോളാം. കുറച്ച് കഴിയുമ്പോ യവന്മാരെ പിടിച്ച് വണ്ടി കയറ്റി അതോടൊന്ന് കവർ ചെയ്തേക്കാം. ഞാനൊന്ന് മുങ്ങാം. കസിന്റെ കല്യാണം. ഓക്കെ. എടാ പോളി, നീ ഒറ്റ കാരണം ലേറ്റ് ആയത്. ഞാനോ? 7 മണിക്ക് തിന്നാൻ തുടങ്ങിയതാ ഇവൻ. 10 ആയിട്ടും തീർന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് വേഗം വാ, തീരാറായി കാണും. കസിൻസാ, കുറച്ച് ലേറ്റായി പോയി. സാം, മിശിഹായുടെ കൽപ്പനകളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ?
സമ്മതമാണോ? സമ്മതമാണോ? നിനക്ക് ഈ നിൽക്കുന്ന ട്രീസയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? അതെങ്ങനെ ശരിയാവോ? ഏ? ഈ നിൽക്കുന്ന ആനയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? സാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ വെച്ചോ? 8ാം ക്ലാസ്സിൽ തുടങ്ങിയതല്ലേ? ഇവിടെ വഞ്ചിച്ചിട്ട് എനിക്ക് എങ്ങനെയാ വെച്ചോ? ഒന്ന് പറഞ്ഞു കൊടുക്കണം ജോർജി. നീയല്ലേ പറഞ്ഞത് ഒളിച്ചോടണ്ട, പള്ളി വെച്ച് കെട്ടി നടത്താൻ നോക്ക്. ഞാനോ? എപ്പാ? സാമേ, എന്താണിത്? ആനി, വീട്ടിലേക്ക് വാടി. എനിക്ക് ഇന്ന് രണ്ടെണ്ണം അറിയണം. പീറ്ററെ, ഒന്ന് നില്ല്, ഞാനൊന്ന് പറയട്ടെ. അച്ഛനൊന്നും പറയണ്ടോ? ഈശോ, ഞാനിവിടെ കൊല്ലും, നോക്കിക്കോ. തിരിച്ചു വരുമ്പോ എനിക്ക് കുമ്പസാരി കൂടെ ഒരുക്കി വെച്ചോ. കർത്താവേ, ഒരു മരണമണിയാണല്ലോ ഞാൻ ഈ കേൾക്കുന്നത്. വാടി ഇങ്ങോട്ട്. പീറ്ററെ, മാറി നിൽക്കണം. പീറ്ററെ, ഞാൻ പറയുന്നത് കേൾക്കൂ. എടാ ജോർജ്, അവളെ കൊണ്ടുപോകണമെന്ന് പറയണം. അവളോട് പോകണമെന്ന് പറയണം. സരസിലെ പ്രണയ പുഷ്പമേ. അത് വേണ്ട, അത് മോളിക്കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത ലെറ്റർ. ആ കിട്ടി. സ്കൂള് വിട്ടിട്ട് ഇത്ര നേരമായല്ലോ, അവൾ എന്താടാ വായിക്കുന്നേ? ഇനി വർക്കിയ മാഷിന്റെ കൂടെ പോയി കാണോ? വർക്ക് മാഷ് വൈകിയേ വരൂ. ആ പൊളി, നീ ഇതുവരെ തീർന്നില്ലേ? കംപ്ലീറ്റ് തെറ്റിച്ച് ഇപ്പൊ കഴിയും. ഈ ലവ് ലെറ്റർ എഴുതണ അത്ര എളുപ്പ പണിയൊന്നുമല്ല. വേഗം. ദേടാ ദേ വരണ്. വരുന്നുണ്ട്. പേരയ്ക്ക് വേണോ? പിടിയുടെ ലെറ്റർ കൊണ്ട് കൊടുക്ക്. നീ കൂടെ വാ. നീ ഉണ്ട്. പൂമ്പാറ്റയെ പിടിക്കാൻ നിനക്ക് വലിയ ശുഷ്കാന്തിയാണല്ലോ, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. എടാ, എന്റെ കയ്യും കാലും മറക്കുന്നു. ധൈര്യം വേണോടാ. ദേ പോണടാ. ആനൊന്നും വൈകിയോ? ഇല്ല, വർക്കിയ മാഷ് വന്നില്ലേ? സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, അപ്പം വൈകും. സൈക്കിളെ കയറുന്നോ? ഏയ്, ഞാനില്ല. ഓവർലോഡ് ഞാൻ ചവിട്ടുന്നേ. വേണ്ട, ഞാൻ നടന്നോളാം. എന്നാ അയ്യോ, ശ്ശോ, ആരെങ്കിലും കാണും. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് മേടിച്ചോ? ശ്ശോ. എന്താടാ ഇവിടെ? ശല്യപ്പെടുത്തല്ലേ, ലവ് ലെറ്റർ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ തന്നെ എഴുതി. അയ്യോ, അപ്പൻ. സ്നാനത്തോടെ പേമരച്ചോട്ടിൽ കത്തിരുന്നു. ആരാടാ ഇത് എഴുതിയത്? ഇവനാ. ഏ? അല്ല, ഇവൻ. ഞാൻ സ്നേഹം നിറഞ്ഞ എന്റെ ആനയ്ക്ക്, ആനിക്കെന്ന എന്റെ മെസ്സിലെ തൊമരപ്പൈങ്കിളിയാണ് നീ. താമര പൈങ്കിളിയെന്ന എന്റെ മനസ്സിലെ. നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തടിക്കുന്നു. എന്താടാ ഈ തടിക്കുന്നു? തുടിക്കുന്നു എന്നാണ് സാറേ. നീ എന്റെ കരോളാണ്. കരോളെന്നല്ല, കരളെന്നാണ് എഴുതിയത്. നമ്മുടെ ഇഷ്ടം നക്കിമാഷ് സമ്മതിക്കും. ആരോടെ നക്കിമാഷ്? അയ്യോ, ഞാൻ എഴുതിയപ്പോ വർക്കി മാഷായിരുന്നു. മാഷ് വായിച്ചപ്പോ തെറ്റിപ്പോയതാ. മര്യാദയ്ക്ക് മലയാളം എഴുതാ അറിഞ്ഞൂടാ, പ്രേമിക്കാൻ നടക്കുന്നു. നീട്ടടാ കൈ. ഇനി നീട്ടടാ മലയാളത്തിൽ കൈ. എഴുതൂല സാറേ. അയ്യോ, ഇങ്ങോട്ട് നീട്ടടാ. പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ആ, പിന്നെ ഒരു പ്രത്യേക കാര്യം. ഇത്തവണത്തെ സൺഡേ സ്കൂൾ വാർഷികത്തിന് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കണം. പാട്ടോ ഡാൻസോ ഡ്രാമയോ എന്തുമാവാം. പക്ഷേ ഒരു കാര്യം, വേദപുസ്തകത്തിൽ നിന്നായിരിക്കണം. ആലോചിച്ചോളൂ, ആലോചിച്ചോളൂ. പോളി, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മിമിക്രി ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് മിമിക്രിയോ? അങ്ങനെയാണെങ്കിൽ മോളിക്കുട്ടി ഞാനും കൂടെ ഫാൻസി ഡ്രസ് ചെയ്യാം. ഫാൻസി ഡ്രസ് കൊള്ളാം, പക്ഷേ ഡ്രസ് എടുക്കാനുള്ള 10 പൈസ പള്ളിയിൽ നിന്ന് കിട്ടത്തില്ല. അതിന്റെ ചെലവ് പോളി തന്നെ വഹിക്കണം. ഇതിന് ഡ്രസ്സൊന്നും വേണ്ടച്ചോ, ഞങ്ങൾ ആദോ ഔവയാണ് ചെയ്യുന്നത്. പോളി, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ഇരിക്കവിടെ.
ജോർജിയോ? അച്ചോ കഥാപ്രസംഗം ആദാമിന്റെ സന്തതികൾ. ഗുഡ്, വെരി ഗുഡ്. ഇരിക്കും. ടോണിയോ? തീറ്റ മത്സരം. ആരും കളിയാക്കണ്ട. തീറ്റയിൽ ഞാൻ ടോണിക്ക് ഒരു നല്ല ഭാവി കാണുന്നുണ്ട്. അച്ഛോ ഇവൻ പാട്ട് പാടും. ഓ, എങ്കിൽ ടോണി ഒരു പാട്ട് പാടിക്ക്, കേൾക്കട്ടെ. പാട് മാങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം. മാങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം. മാങ്ങണ്ടി വീട് വീട് മച്ചിങ്ങ തരാം തരാം. നിർത്തടാ. മാങ്ങണ്ടി അവന്റെ ഒരു മാങ്ങാൻ. ടോണി പാടണ്ട, ഇരിക്കവിടെ. രണ്ടുപേരും സ്റ്റാൻഡപ്പ്. ലെറ്റർ കൈമാറ്റം അല്ലേ? ഇങ്ങ് വാ. കേറ് മോളെ. കരയണ്ടടാ, നമ്മുടെ സാമിന് വേറെ നല്ല പെണ്ണെ കിട്ടും. അതല്ലടാ, ഇത് കഴിഞ്ഞ എന്റെ തിന്നാ വേറെ ഉണ്ടേ പോലില്ല. അവളുടെ പഴയ തൂവാല ഇനി ഇതേ ഉള്ളു മിച്ചം.